നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം. ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് നാളത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കുന്നത്. 2022 ഇംഗ്ലണ്ട് ടീം ഇന്ത്യ ടീമിനെ സെമിയിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരം ഇന്ത്യക്ക് വീട്ടേണ്ടതുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ജോസ് ബട്ട്ലർ. ബട്ട്ലർ പറഞ്ഞതിന് തക്കതായ മറുപടിയാണ് രോഹിത് ശർമ്മ കൊടുത്തത്. അപ്പോൾ ബട്ട്ലറും രോഹിത് ശർമ്മയും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം ഞങ്ങൾക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. ഞങ്ങൾ മുൻപും ഇന്ത്യൻ ടീമിനെ സെമിയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യവും അവരെ ഞങ്ങൾ ഈസി ആയിട്ട് തോൽപ്പിച്ച് ഫൈനലിലേക്ക് കടക്കും. ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ ടീം ഇന്ത്യയാണ്. അവരുടെ ബൗളേഴ്സിനെ ഞങ്ങൾക്ക് പേടിയില്ല. 2022 സെമി ഫൈനൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കും. ഇന്ത്യ ആ സെമി ഫൈനൽ മറക്കരുത്. നാളെ ഞങ്ങൾ ജയിക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. ബട്ട്ലർ ഇന്ത്യൻ ടീമിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടിയായി രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നാളത്തെ സെമി ഫൈനൽ എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കളി ജയിക്കണം. ഞങ്ങൾക്ക് ഇംഗ്ലണ്ടുമായിട്ട് ഒരു പ്രതികാരം ബാക്കിയുണ്ട്. ഓസ്ട്രേലിയൻ ടീമിനെതിരെ ഞങ്ങൾ പ്രതികാരം വീട്ടി. അവരെ ഞങ്ങൾ പുറത്താക്കി. ഫൈനലിൻ്റെ പ്രതികാരമാണ് ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2022 സെമി ഫൈനൽ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി എനിക്ക് ബാക്കിയുള്ളത് ആ പ്രതികാരമാണ്. അത് ഞാൻ നാളെ തീർക്കും. എന്നിട്ട് ഞങ്ങൾ ഫൈനലിലേക്ക് കടക്കും. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കപ്പടിച്ച് മടങ്ങാൻ സാധിക്കൂ. ഇംഗ്ലണ്ടിനുള്ള മറുപടി ഞാൻ നാളെ ബാറ്റ് കൊണ്ട് കൊടുക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. രോഹിത് മാത്രം ഒന്ന് ഫോമായാൽ മതി. ഇന്ത്യ ഈസി ആയിട്ട് 200 റൺസ് കടക്കും. ഓസീസിനെതിരെ നമ്മൾ അത് കണ്ടതാണ്. രോഹിത് ശർമ്മയോളം മികച്ചൊരു ബാറ്റ്സ്മാൻ ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിരിക്കില്ല. അത്രയ്ക്കും ആക്രമണകാരിയാണ് രോഹിത് ശർമ്മ. ഇനി കോഹ്ലി കൂടി ഫോമായാൽ ഇംഗ്ലണ്ട് ടീമിനെ ഇന്ത്യ ഈസി ആയിട്ട് തോൽപ്പിക്കും. അപ്പോൾ നാളത്തെ മാച്ചിൽ ഇന്ത്യ ജയിക്കുമോ ഇംഗ്ലണ്ട് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.